എക്സാം എഴുതുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നമുക്ക് സിലബസ് ഒന്നും ഇല്ല പഠിക്കാൻ. അപ്പൊ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം? അത് മാത്രമല്ല, ഇപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന കുറെ പേർക്ക് പഠിക്കുന്ന ടൈമിൽ തന്നെ നെറ്റ് കിട്ടി. ഞാൻ വിചാരിച്ചു അത് എളുപ്പമായിരിക്കും, പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ വളരെ കുറച്ച് ദിവസം മുമ്പ് മാത്രം പഠിച്ചിട്ടൊക്കെ പോയി എക്സാം എഴുതിയിട്ടുണ്ട്. PG പഠിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ ക്വാളിഫൈ ആയില്ല. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വരാനുള്ള കാര്യം സെൽഫ് ഡൗട്ട് തന്നെയായിരിക്കും. കാരണം നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാലും നമുക്ക് ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ഇന്റർവ്യൂവിന് പോയപ്പോൾ ആപ്പിൾബിയിലെ തന്നെ ഒരു അലുമിനിയെ കണ്ടപ്പോൾ ആ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ പഠിച്ച് എന്തായാലും നെറ്റ് കിട്ടും എന്നുള്ളത്. ടൈം മാനേജ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റുഡൻസിനും ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വന്നത്. പലരും ഡിസ്ക്വാളിഫൈഡ് ആവുന്ന 7-8 ക്വസ്റ്റനോ അല്ലെങ്കിൽ 5-6 ക്വസ്റ്റനോ ഒക്കെ ആയിരിക്കും. സമയം കിട്ടാതെ ഒരു 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ നിങ്ങളുടെ എക്സാം ഓട്ടോ സേവ് ആകാൻ അനുവദിച്ച് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആകാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. എന്നാൽ പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ നമുക്കത് ക്വാളിഫിക്കേഷൻ നമുക്ക് വരാനും പറ്റുമെന്നാണ്. എപ്പോഴും സാർ ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ്. നമുക്ക് റിസൾട്ട് എപ്പോൾ കിട്ടും കിട്ടില്ല, ഇതിൽ കുറെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ജേർണി എപ്പോൾ കിട്ടും എന്നുള്ളതല്ല, അതിനെ എഫക്ട് ചെയ്യുന്ന കുറെ എക്സ്റ്റേണൽ ആയിട്ട് ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എത്ര പേര് എഴുതി, എക്സാമിന്റെ ടഫ്, അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ക്ലാസ്സുകൾ, ഫാക്കൽറ്റി, എസ്പെഷ്യലി പേപ്പർ 1 ഒക്കെ വളരെ നല്ല ഇതായിരുന്നു. പിന്നെ മൈക്രോ സാറിന്റെ ക്ലാസ് ആണെങ്കിലും അതുപോലെ എക്കണോമെട്രിക്സിന്റെ ക്ലാസ് ഒക്കെയാണ്. എനിക്കൊരു എക്കണോമെട്രിക്സിലും മൈക്രോയിലൊക്കെ ഒരു ബേസ്, കാരണം ഞാൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചെങ്കിലും MA വരുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ബേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആകുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലേക്ക് വരിക എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. അപ്പൊ അതേ സിറ്റുവേഷൻ ഗൗരിക്കും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് ഡൗട്ട് പല ഫേസിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ വളരെ നന്നായിട്ട് പ്രാക്ടീസ് കൊണ്ടും റിവിഷൻ കൊണ്ടും അഡ്രസ് ചെയ്ത് ക്വാളിഫിക്കേഷനൊക്കെ എത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ്.